ആ ചുറ്റും എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തുകയുണ്ടായിട്ടുള്ളത്. ഇത് ദൂരെ നിന്ന് ചിത്രീകരിച്ചപ്പോ അതൊരു ക്രാക്കാണ്, അഥവാ അതൊരു വിള്ളലാണ് എന്ന വിധത്തിൽ വിവരമറിയിച്ചു. ഈ വാർത്ത വളരെ വ്യാപകമായി ഇതിനിടയിൽ പരക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത് എന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ, ഏതെങ്കിലും ഒരു കരാർ കമ്പനിയുടെ അല്ല, ഔപചാരികമായി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള കിഫ്കോണിന്റെ സാങ്കേതിക വിദ്യയിൽ അതിസമർത്ഥരായിട്ടുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെ ശ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആളുകൾ ധരിക്കുന്നത് എന്താ, അതൊരു സ്ട്രക്ചറൽ ക്രാക്ക് ആയിരിക്കും എന്നാണ്. സ്ട്രക്ചറൽ ക്രാക്ക് അല്ല അവിടെ ഉണ്ടായത് എന്ന് അന്ന് രാവിലെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോ എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുകയും അത് ഇതിന്റെ ഉറപ്പിനെ ബാധിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ആ വീടിനകത്തേക്ക് പോയത്. അവിടെ വീടിനകത്ത് പോയി ഈ വര ഇങ്ങനെ രേഖപ്പെടുത്തിയത് ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തുടർച്ചയായി കാണിക്കുന്നത് കൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മാത്രം കേട്ടുപോരുകയല്ല, അവിടെ ഉണ്ടായത് എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് അവിടെ കയറി നിന്ന് ഇവര് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണ് എന്ന് പ്രസ്താവിച്ചപ്പോ പെൻസിൽ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയതാണോ എന്ന് ഉറപ്പുവരുത്താനായി അവിടെ നോക്കുകയുണ്ടായത്. വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള നൗഫൽ പോലും ഇങ്ങനെ ഒരു ക്രാക്ക് എന്ന വിവരം കേൾക്കുന്നത് ഇവരടയാളപ്പെടുത്തിയതിന്റെ, ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അടയാളപ്പെടുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൊണ്ട് എഞ്ചിനീയർമാർ പറഞ്ഞത് ശരിയാണോ എന്ന കാര്യം നേരിട്ട് ബോധ്യപ്പെടാൻ ആദ്യം എനിക്ക് തന്നെ ബോധ്യപ്പെടണമല്ലോ. എനിക്ക് ബോധ്യപ്പെടാനും ഞാൻ ബോധ്യപ്പെടുന്നത് വഴി അത് ബാക്കിയുള്ള ആളുകളെ അറിയിക്കാനും വേണ്ടിയാണ് അവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മഴയിൽ ചോർന്നൊലിച്ചതല്ല ഇത്. വാട്ടർ പോണ്ടിങ് ടെസ്റ്റിന്റെ ഭാഗമായി നമ്മൾ തന്നെ 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയിട്ടുള്ള ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. ഇനി ഈ കെട്ടിടം പൂർത്തീകരിച്ചാലോ? കെട്ടിടം പൂർത്തീകരിച്ചാൽ നേരിട്ട് കൈമാറുകയല്ല, കെട്ടിടത്തിന്റെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ ഒരു പരിശോധന നടത്തും. കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ പരിശോധന നടത്തിയതിനു ശേഷം കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിന്റെ എഞ്ചിനീയർമാരും സംയുക്തമായി പരിശോധന നടത്തും. അതിനും അവസാനിക്കാതെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിന്റെ എഞ്ചിനീയർമാരും ആർക്കാണോ വീട് കൊടുത്തിട്ടുള്ളത്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതെന്റെ വീടാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന വീട്ടുകാരനായ മനുഷ്യരെ കൂട്ടി അവിടെ പരിശോധന നടത്തും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ 5 വർഷക്കാലത്തേക്ക് സിവിൽ വർക്കിൽ ഈ കരാറ് കമ്പനി ഡിഫക്റ്റ് ലൈബിലിറ്റി പ്രകാരം വാറന്റി നൽകേണ്ട ഒരു വീടാണത്. 5 വർഷക്കാലം സിവിൽ വർക്കിലും 3 വർഷക്കാലം ഇലക്ട്രിക്കൽ വർക്കിലും വാറന്റി നൽകിക്കൊണ്ടാണ് ആ വീട് ഉണ്ടാക്കുന്നത്. സാധാരണ നിലയിൽ ആ കരാർ കമ്പനിയുടെ ലഭ്യമാകേണ്ട കരാർ പ്രകാരമുള്ള സംഖ്യയിൽ ഒരു നിശ്ചിതമായ ശതമാനം 5 വർഷത്തിന് ശേഷം മാത്രം കൊടുക്കാവുന്ന വിധത്തിൽ എടുത്തു വെച്ചാണ് ഡിഫക്റ്റ് ലൈബിലിറ്റി പ്യൂരിഫൈ ചെയ്യേണ്ടത്, അത് ക്യൂർ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചു. ആളുകൾക്കറിയാം കരാർ ഉണ്ടാക്കിയാൽ എന്തുണ്ടാകും? ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്ട് ആരാണോ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടത് അവർ നിർവഹിച്ചില്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആവും, കോൺട്രാക്റ്റിന്റെ ലംഘനമാകും. അതിലെങ്ങനെ നടപടി എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത്. ഞാൻ പരിശോധിക്കാൻ ആളല്ല. മന്ത്രി എങ്ങനെയാണ് എഞ്ചിനീയർ ആവുക, മന്ത്രി എങ്ങനെയാണ് പണിക്കാരനാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോ പറയുന്നില്ല. ചില ആളുകൾ കരുതുന്നത് പോലെ ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഈ കരാറ് കമ്പനിക്കാർ പറയുന്നത് നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ട് മന്ത്രിക്ക് താഴെ നിന്ന് ആകാശത്തോട്ട് നോക്കി ഇതൊരു വിള്ളലല്ല എന്നങ്ങ് പ്രസ്താവിച്ചു പോരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്റെ ശീലം അതിൽ പെട്ടതല്ല. പിന്നെ ചൂരൽമലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീട് ഏൽപ്പിക്കുമ്പോൾ വിള്ളലുണ്ട് എന്ന ഒരു ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ മേശപ്പുറത്ത് കയറിയത് ഒരു തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എന്റെ നാടിന്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. അത് ആശങ്ക എനിക്ക് തന്നെ ദൂരീകരിക്കാൻ പറ്റേണ്ടത് എത്രയുണ്ടോ അതുപോലെ തന്നെ ചെയ്യും. ചില ആളുകൾ ചോദിച്ചു,
മന്ത്രിമാർക്ക് ഇങ്ങനെ പൊക്കത്തിൽ കയറി പരിശോധിക്കണോ? കളക്ടർക്കും PWD ഉദ്യോഗസ്ഥനും ഒരു നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അങ്ങനെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ഇത് നിയന്ത്രിച്ച അനുഭവം നേരത്തെയും ഞങ്ങൾക്കില്ല. ആ ദുരന്തത്തിന്റെ ഭാഗമായി ജൂലൈ 30 മുതൽ ഒരു മാസക്കാലം അവിടെ നിന്നവരുടെ മുഖങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ കാണാനുണ്ട്. എങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്? കളക്ടറേറ്റിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രോട്ടോകോളിന്റെ വലിപ്പം പറഞ്ഞു നിന്നവരായിരുന്നില്ല ഞങ്ങളാരും. ഞങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും ആ ചളി നിറഞ്ഞ മണ്ണിൽ ഗംബൂട്ടിട്ട് മുട്ടുവരെയും അരവരെയും താണുന്ന ചളിയിലൂടെ നടന്നു പോകുമ്പോ ഏത് പ്രോട്ടോകോളിനെ കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നത്? അവിടെയുള്ള 2 ഷട്ടറിന്റെ കൺട്രോൾ റൂമിൽ ഇരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദുരന്തബാധിതർക്കും സഹായികൾക്കും കൊടുക്കുന്ന ഭക്ഷണം പരസ്പരം കഴിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് രാപ്പകലില്ലാത്ത വിധം നേതൃത്വം നൽകിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ അതിന്റെ മുകളിൽ കയറി അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടത് വരച്ചിട്ടതാണെന്നൊരു കമ്പനി പറഞ്ഞാൽ അത് കേട്ടുപോരലല്ല, അത് ഉറപ്പിച്ചു തന്നെ തീരുമാനിക്കണം എന്ന് ഉറപ്പുള്ള ഒരു പൊതുപ്രവർത്തകന്റെ, മന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മലയാളിയുടെ കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങിയത്. എന്തെല്ലാം ആക്ഷേപമാണ് അതിന്റെ ഭാഗമായി സൈബർ ഇടങ്ങളിൽ ഉണ്ടായത്. ഞാനൊരു കാര്യം എന്റെ പത്രസമ്മേളനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പറയട്ടെ, ഏതെങ്കിലും വിധത്തിൽ നൗഫലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ ആക്രമിക്കാവുന്ന ഒരു പണിക്കുമാരും മുതിരരുത്. ഞങ്ങൾ പറഞ്ഞാലും മുതിർന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു പണിക്കുമാരും മുതിരരുത്. നൗഫൽ ഒരു ദുരന്തബാധിതനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് വികാരപരമായ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കാവുന്ന ഒരു പണിയും ആരും ചെയ്യരുത് എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഒരു ദുരന്തബാധിതന്റെ ഹൃദയം തകർന്ന വാക്കുകൾക്ക് ചൂളമടിച്ചും താളമിട്ടും ഉറക്ക പരിഹസിച്ച് ചിരിച്ചും നിൽക്കുന്നവർ ഏത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് എനിക്ക് വളരെ ഗൗരവമായി തോന്നേണ്ടതുണ്ട്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിന്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ അടങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരന്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു സമ്മാനമായി ഈ സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരന്റെ പേര് ഉപയോഗിച്ചത്. അപ്പൊ കൂലിപ്പണിക്കാരനെ കുറിച്ച് ഈ പറയുന്നവന്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാൻ അത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സൈബർ ഇടത്തിൽ ആക്രമണം പാടുമോ? മന്ത്രി ആരാണ്? നാടകം കളിച്ച ആളാണോ? മന്ത്രി ആരാണ്? രാജാവാണോ? മന്ത്രി ആരാണ് ഇതിന്റെ മുകളിൽ കയറി പ്രവർത്തിക്കാൻ? മന്ത്രിക്ക് നടക്കാനും കയറാനും പറ്റുന്ന ഇടങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ യഥാർത്ഥത്തിൽ ഇവിടെ പണിയുന്ന വീടുണ്ടല്ലോ, നൗഫലിൻ്റെതടക്കം 410 വീടുകൾ. ആ വീടുകൾക്ക് ഇനി ഒരു ഗന്ധം കൂടി സഹിക്കേണ്ടി വരും. അത് ഈ നാട്ടിലെ അവന്റെ മുണ്ട് മുറുക്കി ഉടുക്കുമ്പോഴും ഈ നിധിയിലേക്ക് സംഭാവന ചെയ്ത പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ മണമുണ്ട് അവിടുത്തെ ഓരോ ഇഷ്ടിയേക്കും. ആ വികാരം അവിടെ ഉണ്ടാകും. അത് കരുതി അവിടത്തെ പണിയാൻ പോകുന്ന ഒരു വീടിനെ, പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിനെ 5 വർഷക്കാലത്തെ ഡിഫക്റ്റ് ലൈബിലിറ്റി ഉൾപ്പെടെ കെയർ ചെയ്തുകൊണ്ട് ലോകത്ത് ഇതുവരെ ഇല്ലാത്തൊരു മാതൃക അവതരിപ്പിക്കുന്നതിന് ഇത്ര മോശമായി ചിത്രീകരിക്കാൻ പാടുമോ എന്നുള്ളത് അവരവരാലോചിക്കണം. അവരുടെ സംസ്കാരത്തിന്റെ അളവുകോൽ അളക്കാനുള്ള യന്ത്രം കൂലിപ്പണിക്കാരനും വാർക്കപ്പണിക്കാരനും ആയതുകൊണ്ട് എന്റെ കയ്യിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആ അളവുകോലുണ്ട്. അത് വെച്ച് അവർ തൂക്കുകയും അത് വെച്ച് അവർ അളക്കുകയും ചെയ്യും. എത്ര ആക്ഷേപങ്ങളാണ് കേട്ടത്. ഇതുവരെ കൊടുക്കാത്ത ബ്രെഡ് പൂത്ത സ്ഥലമല്ലേ ചൂരൽമല. ജൂലൈ 30 വൈകുന്നേരം ഞാൻ ഇരിക്കുമ്പോൾ പല മാധ്യമ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ
ഞങ്ങൾ ഇനിയുള്ള ദിവസം തീരും വരെ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞു. മേപ്പാടി പോളിടെക്നിക്ക് അതിനുള്ള സ്ഥലമായി ഞങ്ങൾ കൊടുത്തു. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാ മണിക്കൂറിലും പരിശോധിച്ചു. അങ്ങനെ കൊടുക്കുന്ന ബ്രെഡ് അല്ലാതെ അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ ഒരു പീസ് ബ്രെഡ് പോലും ഗവൺമെന്റ് കൊടുക്കാതിരിക്കുമ്പോ ആ ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞവർ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഏത് താല്പര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്? ലോകത്തിന്റെ മുമ്പിൽ ഈ കേരളത്തെ അപഹസിപ്പിക്കാനല്ലേ? പ്രധാനമന്ത്രി വന്ന ആഗസ്റ്റ് 10 തീയതി എല്ലാ തെരച്ചിലും നിർത്തി എന്ന് പ്രഖ്യാപിച്ചു പ്രസംഗം നടത്തിയത് ഏത് താല്പര്യത്തിന്റെ പേരിലാണ്? ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നില്ലെങ്കിലും വിനയത്തോടെ ഒരു കാര്യം പറയട്ടെ. 2024 2-ാം ഓണം കണ്ണീരോടുകൂടി ഉച്ചഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ ആയിരക്കണക്കിന് പേർ. നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാവിലെ മാധ്യമങ്ങളിലൂടെ, ഇതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ബ്രേക്ക് ചെയ്തു. എന്താണ് ആ വാർത്ത? പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ടിൽ കുഴിയെടുത്ത് എല്ലാവിധ നർമ്മകളോടുകൂടി നാം അടക്കം ചെയ്ത, ബറയിൽ നടത്തിയ മൃതശരീരങ്ങളിൽ ഓരോ കുഴിക്കും 75,000 രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തു, കാശ് മേടിച്ചു എന്ന് പ്രചരണം ഈ കേരളത്തിലുണ്ടായി. എത്ര വേദനാജനകമാണത്! ആ ബറയിൽ ഗ്രൗണ്ടിൽ പെരുമഴയത്ത് അവരവരുടെ യുവജന സംഘടനാ പ്രവർത്തകരുടെ ടീഷർട്ടിന് പുറത്തിട്ട PP കിറ്റിൽ മനുഷ്യനായി നിന്ന് ഒരു ചായ പോലും മേടിച്ചു കുടിക്കാതെ കൊടുത്ത പൊതിച്ചോറ് പകുതി മാത്രം കഴിച്ച് വയറ് നിറയ്ക്കരുത് ഈ പണിക്ക് നിൽക്കുമ്പോ എന്ന് കരുതി അവിടെ പ്രവർത്തിച്ച 10,000 ചെറുപ്പക്കാർ വിചാരിച്ചില്ലേ ഞങ്ങൾ കുഴിച്ച കുഴിയിലും ഞങ്ങൾ നടത്തിയിട്ടുള്ള സംസ്കാര ചടങ്ങിലും ഈ ഗവൺമെന്റ് ഓരോ കുഴിക്കും തലയ്ക്ക് വില പറഞ്ഞ് 75,000 രൂപ മേടിച്ചു എന്ന്? ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് 1,202 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് അഥവാ ഒരു എസ്റ്റിമേറ്റ് മെമ്മോറാണ്ടമായി കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തതാണെന്ന് ഞങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടും 36 മണിക്കൂർ ഈ കേരളത്തിലെ നന്മ നിറഞ്ഞ മനുഷ്യരെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ നമ്മുടെ ശീതീകരിക്കപ്പെട്ട ചർച്ചാ സ്ഥലങ്ങളിൽ? അതിനേക്കാൾ വേദന ഞങ്ങൾക്ക് വേറെ ഉണ്ടാകാനുണ്ടോ? ആ 36 മണിക്കൂറിന് ശേഷം എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊരു ചെറിയ തെറ്റുപറ്റി, ഇത്ര നേരവും ഞങ്ങൾ ചർച്ച ചെയ്തത് കൊടുത്തൊരു അപേക്ഷയെ കുറിച്ചായിരുന്നു, അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ ആ 75,000 രൂപയുടെ പേരിൽ 2 ഓണത്തിനും 3 ഓണത്തിനും ഞങ്ങൾ അനുഭവിച്ച മാനസിക പ്രയാസത്തിന്റെ, ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല, ഇത് ശരിയായ വിധത്തിൽ നടത്താൻ നേതൃത്വം നൽകിയ മനുഷ്യരനുഭവിച്ച പ്രയാസത്തിന് ആർക്ക് സമാധാനം പറയാൻ പറ്റും? ഇങ്ങനെ എത്ര ആക്ഷേപങ്ങൾ! അതിന്റെ കൂട്ടത്തിൽ ഒന്നാണിത് എന്ന് മാത്രമായി കാണാനാകില്ല. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ത് എന്ന് കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുരന്തം നടന്ന് 61 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി ഏറ്റെടുത്തില്ലേ? ആ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം എത്ര വേഗത്തിലാണ് വ്യവഹാരങ്ങളിലേക്ക് ബന്ധപ്പെട്ടവർ കടന്നുപോയത്? അന്നൊക്കെ ഞങ്ങൾ കാത്തിരുന്നു. മാർച്ച് 27-ാം തീയതി തറക്കല്ലിട്ടപ്പോഴും പണി നടത്താൻ കോടതി അനുവാദം തന്നില്ല. പണം നിശ്ചയിക്കണം LARR പ്രകാരം എന്ന് അന്നും കോടതി വാദിച്ചു. അങ്ങനെ ഏപ്രിൽ 12-ാം തീയതിയാണ് കോടതി അടയ്ക്കുന്ന ദിവസം തുക കോടതി നിശ്ചയിച്ചത്. അന്ന് രാത്രി 11:45 ആ തുക ഈ ട്രഷറിയിലൂടെ അടച്ച് ഏപ്രിൽ 13-ാം തീയതി ആരംഭിച്ചില്ലേ നിർമ്മാണ പ്രവർത്തനം? സ്വാഭാവികമായിട്ടും അവിടുത്തെ നിങ്ങളുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരുടെ FP അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാം ഓരോ ദിവസവും പെയ്ത മഴ നവംബർ മാസം വരെ. എന്നിട്ടും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര വേഗതയിലാണ്. മുഖ്യമന്ത്രി ഏപ്രിൽ 14-ന് വിഷുവിന്റെ ദിവസം 15-ന് വീടുകളിൽ കയറി താമസിക്കാം എന്ന് പറഞ്ഞത് ആരെങ്കിലും കബളിപ്പിക്കാനാണ് എന്ന് നിങ്ങൾ സത്യസന്ധമായി കരുതുന്നുണ്ടോ? അവിടെ വീടുകളുടെ 102 എണ്ണം ഇതിനകം കൈമാറിയിട്ടുണ്ട്. പക്ഷെ കിഫ്കോണും അതുപോലെ തന്നെ ULCCയും വീട്ടുകാരും കൂടി പരിശോധന നടത്തണം. ഈ മാസം അവസാനത്തോടു കൂടി വീട് മാത്രമല്ല അതിനോടനുബന്ധമായിട്ടുള്ള FTR പ്രകാരമുള്ള ടാർ അടക്കം ഇട്ടുതരാം എന്നാണ് അവസാനം ULCC കിഫ്കോണിന്റെ കൂടി ധാരണയോടുകൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് അവർ ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകും. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അതിന് കേരളത്തെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? പോകേണ്ടതുണ്ടോ? ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ ഞങ്ങൾ തരാത്തത് കൊണ്ടാണ്, ഭൂമി തരാത്തത് കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം വൈകിയത്. 4 മാസമല്ലേ ആയിട്ടുള്ളൂ ഞങ്ങൾ തുടങ്ങിയിട്ട്. ആരുടെ കുറ്റാണ്? നേരത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷി നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനുവരി 1-ന് ചർച്ച നടത്തി പല അഭിപ്രായങ്ങൾ വന്നു. നിങ്ങൾ എടുക്കുന്ന
പൊതു നഗരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും, ഓരോ സ്പോൺസർമാർക്കും, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ഓരോ സ്പോൺസർമാർക്കും മാറ്റി കൊടുക്കാനാകുമോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല, ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്താൽ ഓരോ കോർണറുകളായി അത് മാറും, അതിനിടവരുത്തരുത്, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പണിതേക്കാമെന്നേ. ഓരോ സ്ഥലം ഓരോരുത്തർക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശരിയല്ലല്ലോ, നമുക്ക് ഒരുമിച്ച് പണിയാം. മാത്രമല്ല, കേരളത്തിന് ഇതിനു മുമ്പ് നടന്നൊരു ദുരന്തം ഓർമ്മയുണ്ടോ? സുനാമി. ആ സുനാമി ദുരന്തത്തിൽ കേരളത്തിൽ പണിത ആയിരക്കണക്കിന് വീടുകൾ എത്ര ദിവസം കൊണ്ട് ലീക്ക് ചെയ്യുകയും തകരുകയും തകർന്നു വീഴുകയും ചെയ്തു, നമുക്ക് അനുഭവമില്ലേ? അത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ തലയിൽ കെട്ടിവെക്കുകയാണോ? ഞങ്ങളല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഓരോ കരാർ കമ്പനി, ഓരോ സ്പോൺസർമാർ സർക്കാർ കൊടുത്ത സ്ഥലത്തങ്ങ് കെട്ടി. ആ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ കോമണായ ഒരു സ്ഥലം, ഒറ്റ നേതൃത്വം. അതിൽ അന്ന് 25 ലക്ഷം രൂപയും 5 സെന്റും പറഞ്ഞപ്പോൾ ചർച്ചയുണ്ടായി, കൂട്ടണം. 7 സെന്റാക്കി വർദ്ധിപ്പിച്ചു, 25 20ആക്കി കുറച്ചു. അനുബന്ധ നടപടിക്രമങ്ങൾ മുഴുവൻ സർക്കാർ തന്നെ ചെയ്യണം ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എന്ന് നിശ്ചയിച്ചു. അവിടെ വരുന്ന വീടിന്റെ ചെലവ് 20-ൽ കൂടുതൽ വന്നാൽ അതും ഈ ദുരന്ത നിവാരണ സംഖ്യയിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ തീരുമാനം എടുത്തത്. മാർച്ച് 27-ാം തീയതി നമ്മളത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലീഗ് ഞങ്ങളോട് വന്ന് പറഞ്ഞു വളരെ പ്രയാസത്തോടെ, ഇങ്ങനെ വ്യവഹാരം നടന്ന് ഇത് നീണ്ടുപോകുമെന്ന് ഞങ്ങൾ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു ഭൂമി എടുക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു അല്ല, നമുക്ക് ഒരുമിച്ച് എടുക്കാം. പക്ഷെ ലീഗ് പറഞ്ഞു ഞങ്ങൾക്ക് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പിന്നെ സമാഹരിച്ച സംഖ്യയാണ്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ഞങ്ങളൊരു സ്ഥലം എടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞെന്താ, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലത് കേട്ടിട്ടും ഗവൺമെന്റ് നിഷേധാത്മകമായ ഒരു സമീപനം എടുത്തില്ലെന്ന് മാത്രമല്ല സഹായകരമായ നിലപാടെടുത്തു. ലീഗ് സ്ഥലം മേടിച്ചു പോകുമ്പോ കോൺഗ്രസ് കരുതിയെന്താ, ലീഗുമായി ഞങ്ങൾക്ക് ശത്രുതയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് മാത്രം സ്ഥലം കൊടുത്തില്ല, ബാക്കിയുള്ളവർക്ക് സ്ഥലം കൊടുക്കും എന്ന് നിങ്ങൾ കരുതിയോ? എന്തൊരു വർത്താനാണ് പറയുന്നത്. ഇപ്പൊ കിട്ടിയ കാശാണ് കണക്കെങ്കിൽ ഞങ്ങൾ സ്ഥലം കൊടുത്താൽ അതിൽ എത്ര വീട് പണിയാനുള്ള കാശ് ഇപ്പോ സമാഹരിച്ചതിലുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ചോദ്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പോ കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, എത്ര ഭീതി പരത്താൻ ശ്രമിച്ചാലും ഏറ്റവും ഉറപ്പായ 5 വർഷക്കാലത്തെ ഡിഫക്ട് ലയബിലിറ്റി ഉള്ള 7 വർഷം മുതൽ 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോട് കൂടിയിട്ടുള്ള വീട് പണിതു കൊടുക്കാം എന്ന കരാറ് ബന്ധപ്പെട്ടവർ നടപ്പിലാക്കിയേ മതിയാകൂ. കരാറുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഒപ്പിട്ടിട്ടുണ്ടോ അവർ നടപ്പിലാക്കിയേ മതിയാകൂ. അതിൽ ഒരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. പക്ഷെ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അസമിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ യാത്ര, ഇതെല്ലാം പറഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ നമുക്ക്. ആ മനസ്സിലാകലിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ ഒരു 15 ദിവസം കൂടി വൈകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ മറ്റേതെങ്കിലും ചിന്തിക്കേണ്ടതുണ്ടോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഏറ്റവും വേഗതയിലാക്കാനുള്ള നടപടിക്രമം എടുക്കാം. ബന്ധപ്പെട്ടവരുടെ യോഗം പിടിക്കാനുള്ള ചില തടസ്സങ്ങളുണ്ട്. അത് കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാർച്ച് 15-ന് അത് വന്നാൽ പിന്നെ ഔപചാരികമായിട്ടുള്ള യോഗം വിളിക്കാൻ മന്ത്രിമാർക്ക് പ്രത്യേകമായിട്ടുള്ള ചില അനുവാദങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വേണം. അതും കിട്ടുമോ എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഇത്തരത്തിലുള്ള ധാരണകൾ ഉള്ളത് കൊണ്ട് ഒരാൾക്കും ഭീതി വേണ്ട, ഒരാൾക്കും ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. എങ്ങനെയാണോ നമ്മൾ നിശ്ചയിച്ചത് അത്ര മനോഹരമായി. ചിലരൊക്കെ മേടിച്ച സ്ഥലം പണി ആരംഭിക്കുന്നതിനും നിർമ്മാണത്തിന്റെ പില്ലർ അടിക്കുന്നതിനും പ്ലാൻ പാസ്സാക്കുന്നതിനും മുമ്പ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നു കിടക്കല്ലേ ആദ്യത്തെ ദിവസം മുതൽ. അതിനെക്കുറിച്ച് ഇന്നൊരു ചാനൽ ഒരു സംശയം രേഖപ്പെടുത്തിയാൽ ഞാൻ കണ്ടു. കുറച്ച് ശരിയുണ്ടാകാം, ഇങ്ങനെ തുറന്നിട്ടാൽ ആളുകൾ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ. പക്ഷേ ടൗൺഷിപ്പ് ഒരു തുറന്ന പുസ്തകമാണ്, അത് ആർക്കും എപ്പോഴും കയറി പരിശോധിക്കാവുന്ന വിധത്തിലുണ്ട്. ഒരു ചാനൽ പറഞ്ഞു തന്നെ പ്രയാസപ്പെടുത്തി, അത് ചിത്രസഹിതം കാണിക്കുകയാണ്. മുകളിലുള്ള വെള്ളം കെട്ടിവെച്ചതിന്റെ സൈഡിലുള്ള, ഞങ്ങളിതിനെന്താ തൃശ്ശൂരും തിരുവനന്തപുരവും പറയുന്നതിന് വ്യത്യാസം ഉണ്ടാവും. സൈഡ് കെട്ടും, വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടി അരികു കെട്ടും, സിമന്റ് വെച്ച് ചെറുതായി കെട്ടും. അത് വെള്ളം കെട്ടി നിർത്തുന്ന പണി തീർന്നാൽ വാട്ടർ പോണ്ടിങ് ടെസ്റ്റ് കഴിഞ്ഞാൽ അതങ്ങ് പൊളിച്ചു കളയും. സ്വാഭാവികമല്ലേ, അവിടെ വീട് പണിയാൻ വേണ്ടി വെച്ച സ്ഥലമല്ലേ. ഇങ്ങനെ തെറ്റായ ആശങ്കകൾ ഉണ്ടാകരുത്. അവിടെ ഉപജീവന പദ്ധ കൊടുത്തില്ല എന്ന പ്രതിസന്ധി ഉണ്ടായി. 18-ാം തീയതി അത് കൊടുത്തു. മാർച്ച് 31-ന്റെ എക്കണോമിക്കൽ ഇയർ എൻഡിങ് ഉള്ളത് കൊണ്ട് ട്രഷറിയിലുള്ള പണം ഫിനാൻസിലേക്ക് തിരിച്ചു വന്നതാണ്. അത് ഏപ്രിൽ മാസത്തിൽ വീണ്ടും അങ്ങോട്ട് കൊടുത്തു. ഏപ്രിൽ 18-നുള്ളിൽ അത് കൊടുത്തു. അത് കൊടുക്കുമ്പോ കേരളത്തെ കുറിച്ച് ഒരു കാര്യം, ആരുടെ ഔദാര്യമല്ല, പക്ഷെ ഒരു കാര്യം നാം ഓർക്കണം. ദുരന്തം നടന്ന് 21 മാസക്കാലം കഴിയുമ്പോഴും ഒരു മാസത്തെ പോലും വാടകയോ, ഒരു മാസത്തെ പോലും ദിനപത്തയോ, ഒരു വീട്ടിൽ 2 പേർക്ക് കൊടുക്കുന്ന ദിനപത്തയോ, ശയ്യാവലംബനായ രോഗിക്ക് കൂട്ടിരിക്കുന്നവന് കൊടുക്കുന്ന ദിനപത്തയോ, കൂപ്പണോ
ഒന്നും ഈ കേരളത്തിൽ മുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ അഹങ്കാരമല്ല, ആരുടെയും ഔദാര്യമല്ല. എങ്കിലും വിനയപൂർവ്വം അത് കേരളത്തിന്റെ പൊതു നേട്ടമാണെന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കരുതാൻ നമുക്കാവണം. അതുകൊണ്ട് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുകയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയോ ചെയ്തതുകൊണ്ട് ബന്ധപ്പെട്ട ഒരാൾക്കും സുരക്ഷിതമായിട്ടുള്ള വീട് ലഭ്യമാകുമെന്ന പേടി വേണ്ട. കൊടുത്തവർക്ക് പട്ടയം ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട എന്ന കാര്യം ഏറെ ബഹുമാനത്തോടെയും വിനയത്തോടെയും അറിയിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഞാൻ കേട്ടു. മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വയനാട് ടൗൺഷിപ്പിലെ വീടുകളിലെ വിള്ളൽ ആരോപണത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഏറെ വൈകാരികമായി തന്നെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. കൂലിപ്പണിക്കാരൻ എന്ന ഉപമയിൽ സന്തോഷമുള്ളൂ എന്നും താൻ തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂലിപ്പണിക്കാരന്റെ വേദനകൾ തനിക്കറിയാമെന്നും പരിഹസിക്കുന്നവർ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. വസ്തുത മനസ്സിലാക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാണത്തിൽ അപാകതയില്ല എന്നും മന്ത്രി കെ രാജൻ പറയുകയുണ്ടായി.